പാലക്കാട് നവകേരള സദസ്സിന് വേദിയൊരുക്കുന്നതിനായി പൊളിച്ചുമാറ്റിയ സ്കൂൾ മതിൽ 10 ദിവസം കഴിഞ്ഞിട്ട് പുനർനിർമ്മിച്ചില്ല. ഉടൻ നിർമ്മിക്കുമെന്ന് സ്ഥലം MLA നൽകിയ ഉറപ്പ് പാഴ്വാക്കാണെന്ന് വിമർശനം. സ്കൂളിന്റെ പേരെഴുതിയ കമാനവും മാറ്റിയിരുന്നു. ഇതും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഡിസംബർ 3-ന് നെന്മാറ മണ്ഡലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട നവകേരള സദസ്സിനു വേണ്ടി വേദി നിശ്ചയിച്ചിരുന്നത് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇടുങ്ങിയ വഴിയായതിനാൽ വേദി ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും സദസ്സിൽ പങ്കെടുക്കുന്നവർക്ക് സുഗമമായി കടന്നുവരാനുമാണ് സ്കൂളിന്റെ മതിൽ പൊളിച്ച് വഴിയൊരുക്കിയത്. എന്നാൽ പരിപാടി കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പഴയപടിയാക്കാത്തതിലാണ് രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അമർഷം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ബസ് കയറ്റുന്നതിന് വേണ്ടിയാണ് സ്കൂളിന്റെ പേരെഴുതി വെച്ചിരിക്കുന്ന ഗേറ്റ് വരെ പൊളിച്ചു നിൽക്കുകയും ആളുകൾക്ക് വരാൻ എന്ന രീതിയിൽ പുറകുവശത്തുള്ള മതിലൊക്കെ പൊളിച്ചു മാറ്റിയത്. MLA ഇവിടുത്തെ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്ക് കൊടുത്ത വാക്ക് എന്ന് പറയുന്നത് സദസ്സ് കഴിഞ്ഞാൽ ഉടനെ അത് പണി പുനർനിർമ്മിച്ച് തരും, പൂർത്തീകരിച്ച് തരുമെന്നാണ്. എന്നാൽ 3-ാം തീയതി സദസ്സ് കഴിഞ്ഞ് ഇന്ന് 14-ാം തീയതി ആയിട്ട് പോലും നാളിതുവരെയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. പൊളിച്ചു മാറ്റിയ മതിൽ ഉടൻ നിർമ്മിച്ചു നൽകുമെന്നാണ് സംഘാടക സമിതി സ്കൂൾ PTA പ്രസിഡന്റിനെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്കൂളിന്റെ പേരെഴുതിയ കമാനവും പരിപാടിയുടെ ആവശ്യാർത്ഥം എടുത്തുമാറ്റിയിരുന്നു. പരിപാടി കഴിഞ്ഞു, സംഘാടകർ മടങ്ങി. ഒടുവിൽ പൊളിച്ച മതിലും തകർന്ന കമാനവും മാത്രം ബാക്കിയായി. എത്രയും വേഗം മതിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.